പൃഥ്വിരാജിന്റെ ഫിലിമോഗ്രഫി ഇനി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ അതായത് ആ ശരീരത്തിന് അത്രയും നജീബിന് വേണ്ടി കൊടുക്കും. നജീബിന്റെ റൊമാൻസ് സീനൊക്കെ ബ്ലസ്സി എടുത്ത് വെച്ചിരിക്കുന്നത് കാണാം. എന്നാ വിഷ്വൽ സെൻസാണ് ആ മനുഷ്യൻ ബ്ലസ്സി ആരാ മോൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സീനിന് പകരം അതിൻ്റെ മുകളിൽ വേറൊരു സീന് നിങ്ങൾക്ക് ഇത് സിനിമയിൽ കാണാം. അതൊക്കെ വിചാരിക്കുമ്പോൾ ആടും പൃഥ്വിരാജുമായിട്ടുള്ള സീനൊന്നും ഈ സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രയും മലയാള സിനിമയ്ക്ക് പ്രൗഡസ്റ്റ് മൊമെൻ്റാണ് ഈ സിനിമ. നിങ്ങൾക്ക് പുള്ളി ജയിച്ചു, പുള്ളി ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല ഇനി ഒരുപാട് യുദ്ധത്തിനുള്ള ബാല്യം തനിക്കുണ്ടെന്ന് ഈ സിനിമയെ കൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മാസ്റ്റർ പീസ് പടം എന്ന് പറയുന്നത് അതായത് കാഴ്ചയും തന്മാത്രയൊക്കെ നമുക്ക് തന്നു നമ്മളെ ഒരുപാട് തിയേറ്ററിനകത്ത് ഇരുത്തി കരയിപ്പിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ തന്നെ ബെസ്റ്റ് ടോപ്പ് പടം. പൃഥ്വിരാജിൻ്റെ ഫിലിമോഗ്രഫി ഇനി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ എത്ര പെർഫോം ചെയ്താലും ഈ സിനിമയിൽ അദ്ദേഹം ശരീരം പണയം വെച്ച് ഈ ഒരു അതായത് ആ ശരീരത്തിന് അത്രയും നജീബിന് വേണ്ടി കൊടുക്കും. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഒരു സീനിൽ കാണാം. അതേത് സീനൊന്നും ഞാൻ പറയുന്നില്ല. ആ സീന് നിങ്ങൾ തിയേറ്ററിൻ്റെ അടുത്ത് ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾ വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാതെ അയ്യോ എന്ന് വിളിച്ചു പോകുന്നു. അതുപോലെ നിങ്ങൾ വിളിച്ചു, നിങ്ങൾ കരഞ്ഞു. നിങ്ങൾ ആടുജീവിതം നോവൽ ബെന്യാമിൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാത്തവർക്ക് ഈ സിനിമ ഒടുക്കത്തെ ഫീലായിരിക്കും. വായിച്ചവർക്ക് നിങ്ങൾ മനസ്സിൽ കാണും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മുകളിൽ സിനിമയിൽ ബ്ലസ്സി കൊണ്ടുവന്നിട്ടുണ്ട്. 16 20-25 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാധനമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ കൈയടിച്ചു പോകും. ഒരുപാട് അഭിനന്ദനം ഈ സിനിമ കൊണ്ട് അവർക്ക് കിട്ടും. പൃഥ്വിരാജ് മാത്രമല്ല ഇതിൽ അഭിനയിച്ച ഓരോ അഭിനേതാക്കളും, ഹക്കീമായിട്ടുള്ളത്, ഇബ്രാഹിമായിട്ടുള്ള ആൾ, പിന്നെ അമലാപോളൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ നജീബിൻ്റെ റൊമാൻസ് സീനൊക്കെ ബ്ലസ്സി എടുത്ത് വെച്ചിരിക്കുന്നത് കാണാം. എന്നാ വിഷ്വൽ സെൻസാണ് ആ മനുഷ്യൻ ഇനിയും ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് തരണം. സിനിമകൾ ചെയ്യാതിരിക്കരുത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാലം ചെലവിച്ചു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് മികച്ച സൃഷ്ടികൾ വരും. ഭയങ്കര ഫീലിംഗാണ് പടം. ഭയങ്കര ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ സീനും ആ നജീബ് അനുഭവിച്ച ആ മരുഭൂമിയിൽ അനുഭവിച്ച വിഷമതകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ വിഷമങ്ങളും അല്ലെങ്കിൽ ഓരോ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോഴുള്ള നമ്മൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കാൻ തോന്നുന്ന കുറേ സംഭവമുണ്ട്. അതിൽ നിന്നൊക്കെ ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ തന്നെ സർവൈവൽ അഡ്വഞ്ചർ അറ്റ് ബെസ്റ്റ് എന്നാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എടുത്തിട്ടുണ്ട്. ക്വാളിറ്റി 100% ക്വാളിറ്റി പടമാണ്. നിങ്ങൾക്ക് ഒരു സീനിൽ പോലും ക്വാളിറ്റി ലോസേജ് ആയിട്ട് തോന്നില്ല. മരുഭൂമിയിലെ സീന് അല്ലെങ്കിൽ നാട്ടിലുള്ള സീന്, ഒരുപാട് മരുഭൂമിയിൽ പാമ്പ് വരുന്ന സീന്, ആടുകളുമായിട്ടുള്ള സീന്, ഒട്ടകത്തിൻ്റെ സീന്, ഒരുപാട് സാധനം. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. കരഞ്ഞുകൊണ്ടല്ല നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല, അതും പറയാം. എന്നാൽ അത്രയും ഹോണ്ടിങ് ആണ് പടം. അത്രയും ബ്ലസ്സി ആരാ മോൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സീനിന് പകരം അതിൻ്റെ മുകളിൽ വേറൊരു സീന് നിങ്ങൾക്ക് ഇത് സിനിമയിൽ കാണാം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചർച്ചാ വിഷയമാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആടും പൃഥ്വിരാജുമായിട്ടുള്ള സീനൊന്നുമല്ല. പൃഥ്വിരാജ് സിംഗിൾ ഹാൻഡഡ് ഒരു സീന് ചെയ്തിട്ടുണ്ട്. അതായത് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്നുള്ള ഒരാളുടെ കുറേ ഇമോഷൻസ് ഉണ്ട് കേട്ടോ ആ മനുഷ്യൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് വെള്ളം കിട്ടാൻ നമ്മൾ നോവൽ വായിക്കുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞു, നമ്മൾ വിചാരിക്കുമല്ലോ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും എത്രയോ ഇരട്ടി മുകളിൽ ബ്ലസ്സിയുടെ ആടുജീവിതം മിഷൻ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രയും മലയാള സിനിമയ്ക്ക് പ്രൗഡസ്റ്റ് മൊമെൻ്റാണ് ഈ സിനിമ. നിങ്ങൾക്ക് ഏത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലോ ഹോളിവുഡിലോ ഓസ്കാറിലോ എവിടെ വേണം കൊണ്ടുവരും. ഓസ്കാർ കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഇതിനു മുമ്പേ ഒരുപാട് മികച്ച സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. കമലഹാസൻ്റെ അടക്കം അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ചെറിയൊരു ചലനം ഓസ്കാറിൽ ജസ്റ്റ് അവിടുത്തെ ആൾക്കാരൊന്ന് കണ്ടാൽ മതി. എന്തെന്ന് പറഞ്ഞാൽ അവർ ഇംപ്രസ്ഡ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി അനുഭവിച്ച ഒരു ഗൾഫിലെ പോയിട്ട് നമ്മുടെ മലയാളി അനുഭവിച്ച ഒരു പ്രതിസന്ധിയാണ്. അതിനെ മികച്ച രീതിയിൽ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. തിയേറ്ററിൽ ഈ സിനിമ മുഴുവൻ ഒരു അപശബ്ദമോ അല്ല കയ്യടി മാത്രമേ ഉള്ളൂ. അവസാനം കഴിഞ്ഞപ്പോൾ വിസിൽ അങ്ങനെയുണ്ട്. പ്രത്യേകം ചില ഒരു സീനിൽ ഭയങ്കര കയ്യടിയും വിസിലായിരുന്നു. അല്ലാതെ ഒരു അപശബ്ദം പോലും വന്നിട്ടില്ല. സിനിമ അത്രയും എൻജോയ് ചെയ്ത് കണ്ട ഒരു പ്രേക്ഷകരെ FDFS-നുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ഷോസും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒരു സിനിമാ സ്നേഹി അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു മലയാള സിനിമ കാണുന്നു ആടുജീവിതം തിയേറ്ററിൽ കാണാം. പുള്ളി ജയിച്ചു, പുള്ളി ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല ഇനി ഒരുപാട് യുദ്ധത്തിനുള്ള ബാല്യം തനിക്കുണ്ടെന്ന് ഈ സിനിമയെ കൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഞാനും കരഞ്ഞുകൊണ്ടാണ് വന്നത്. പിന്നെ ക്യാമറ ഫേസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എൻ്റെ കരച്ചിൽ പരമാവധി ഞാൻ അടക്കി പിടിച്ചിട്ടാണ് ഇപ്പോഴും എവിടെ ഇരിക്കുക. ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഹോണ്ടിങ് ആയിരിക്കും കുറച്ച് ദിവസം. വീണ്ടും ഞാൻ സിനിമ കാണും. ഇതിൻ്റെ ഏറ്റവും എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും മകനെയും കൊണ്ടൊന്നും ഈ സിനിമ കാണിക്കാൻ പറ്റും. അവർ ബുക്കൊന്നും വായിച്ചിട്ടില്ല. അവരടുത്തിരുന്ന് ഒരുപാട് കരഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയും. ഞാൻ ഓൾറെഡി ബുക്ക് വായിച്ചതാണ്, 2-3 പ്രാവശ്യം വായിച്ചതാണ്. പക്ഷേ നിങ്ങൾ ബുക്ക് വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ എത്രയും മുകളിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും മികച്ചൊരു സിനിമയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമാണ്.
അത് ആടുജീവിതം ഏറ്റവും മുകളിൽ കൊടികുത്തി വച്ചിട്ടുണ്ട് ഈ സിനിമ. ഇതിൽ നോവലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു സ്ട്രക്ചർ തന്നെ മാറ്റിയിട്ടുണ്ട്. നോവലിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്നും നജീബ് പറയുന്ന കാര്യമാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നജീബ് ഗൾഫിൽ വന്ന് ഇറങ്ങുന്ന സംഭവം മുതലാണ്. അപ്പോൾ നോവലിൻ്റെ സ്ട്രക്ചറൊക്കെ മാറ്റിയിട്ടുണ്ട്. ചില ഏരിയ പിന്നെ കുറേ സീൻസൊന്നും ഇല്ല. കോച്ചിക്കാരി രമണി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആടിനെ പേരിട്ട് വിളിക്കണം, അങ്ങനത്തെ ഒന്നും വച്ചിട്ടില്ല. പക്ഷേ സിനിമയ്ക്ക് എന്താണോ മാറ്റി കൂട്ടേണ്ടത് അത് കുറേ കൂടെ നല്ല രീതിയിൽ ബ്ലസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നോവലുള്ള അതേപടി സിനിമയിലാക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സസ്പെൻസ് ഒന്നല്ല, എന്താ പറയുക, നിങ്ങൾ വിചാരിക്കാത്ത 2-3 സീൻസുള്ള സിനിമയാണ്. അതാണ് സിനിമയുടെ സസ്പെൻസ്. പിന്നെ ക്വാളിറ്റി അത് ഗഡിലായിട്ട് വന്നു. 16 അല്ല 20-25 കൊല്ലം ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്താലും നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അത്രയും മികച്ച സംഭവം സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്വാളിറ്റി